ത്രിയേക ദൈവത്തിന്റെ സ്തുതി. നമ്മുടെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഗുഡ് ഷെപ്പേർഡ് ഫാമിലി ഫെലോഷിപ്പിൽ ഇന്ന് സംബന്ധിക്കുവാനും നിങ്ങളോട് ചേർന്ന് ഈ കൂട്ടായ്മ ആചരിക്കുവാനും എനിക്ക് ലഭിച്ച ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ഇത്തരത്തിലൊരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരോട്, വിശേഷാൽ ഡോക്ടർ ഉമ്മൻ കെ മാത്യു, ഡോക്ടർ അലക്സ് ഫിലിപ്പ്, മറ്റ് ഭാരവാഹികൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭമായി ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഇനിയുള്ള ആഴ്ചകളിൽ വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കി ചില പഠനങ്ങൾ നടത്തുവാൻ ആണ് ആഗ്രഹിക്കുന്നത്. അഭിനന്യ മിലിത്തിയോസ് തിരുമേനിയോടും പ്രിയപ്പെട്ട റജി മാത്യൂസ് അച്ഛനോടും ചേർന്ന് ചില ക്ലാസ്സുകൾ ആ കോഴ്സിന്റെ ഭാഗമായി എടുക്കുവാൻ എനിക്കും അവസരം ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയും ഇത്തരത്തിലൊരു പഠന പരമ്പര ക്രമീകരിക്കുന്നതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയും ചെയ്യും. മാർത്തോമാ സഭയിൽ ഇത്തരത്തിലുള്ള വിവിധ പഠന പരമ്പരകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഗുഡ് ഷെപ്പേർഡ് ഫാമിലി ഫെലോഷിപ്പിനോട് ചേർന്ന് അത്തരത്തിൽ ഒരു പ്രോഗ്രാം നടത്തുവാൻ അവസരം തന്നതിലുള്ള നന്ദി പ്രാരംഭമായി അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് വെളിപാട് പുസ്തകം. 22 അധ്യായങ്ങളുള്ള ഈ വെളിപാട് പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിലെ തന്നെ വളരെ നിസ്തുലമായ പുസ്തകങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ ഒരുപക്ഷെ ഒറ്റ വായനയ്ക്ക് അതിലെ ആഴമേറിയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ, അതിലെ പ്രതീകങ്ങൾ, ഇതൊക്കെ അത്ര നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന പ്രതീകങ്ങളല്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായ ഒരു വായനയും പഠനവും വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. ഈ വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കി ഏകദേശം 10 പഠനങ്ങളാണ് നമ്മൾ ഇനിയുള്ള ആഴ്ചകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം പഠിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും നമ്മൾ ഒരുമിച്ചുള്ള ഈ പഠന പരമ്പര നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പുതുക്കത്തിനും ദൈവവചന പഠനം അതിൻ്റെ ആഴത്തിൽ പഠിക്കുന്നതിനുമുള്ള ഒരു അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് നമ്മളൊരു പ്രെയർ ഫെലോഷിപ്പായി ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഒരു പഠന ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു ധ്യാന പ്രസംഗം വെളിപാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഒരു ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് അല്പസമയം ഇന്ന് വിനിയോഗിക്കുന്നത്. കാരണം നമ്മൾ ഗഹനമായ പഠനങ്ങൾ ഇനിയുള്ള ആഴ്ചകളിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി നമ്മൾ ഈ വെളിപാട് പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് എപ്രകാരമായിരിക്കണം എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് പകരുന്ന രീതിയിലുള്ള ഒരു ചെറിയ ചില ധ്യാന ചിന്തകൾ മാത്രമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ പരിമിതമായ സമയമാണല്ലോ ഇന്നത്തെ ഈ ധ്യാന പ്രസംഗത്തിനായിട്ടുള്ളത്. വെളിപാട് പുസ്തകത്തിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള, അല്ലെങ്കിൽ വായിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന 2 അധ്യായങ്ങളാണ് വെളിപാട് പുസ്തകം 2ഉം 3ഉം അധ്യായം. ഈ 2ഉം 3ഉം അധ്യായങ്ങൾ ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള 7 സഭകൾക്കുള്ള സന്ദേശം. അതിലൊരു സന്ദേശത്തെക്കുറിച്ച് മാത്രം, അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഒരു ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഇന്ന് അല്പസമയം നമ്മൾ ചെലവഴിക്കുന്നത്. വെളിപാട് പുസ്തകം 3ആം അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ അതിന് ആധാരമായി എടുത്തിരിക്കുന്നത്. വെളിപാട് പുസ്തകം അതിൻ്റെ 3ആം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യം. The book of Revelation chapter 3 verses 15 to 18. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുക. നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയും. വെളിപാട് പുസ്തകം
നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഭാഗമാണ് അതിൻ്റെ 3-ാം അധ്യായം, ലവോദിക്യ സഭയ്ക്കുള്ള ഒരു സന്ദേശം. എന്നാൽ വെളിപാട് പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, അത് എഴുതിയ കാലഘട്ടവും സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ച് ഈ പുസ്തകം പഠിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. അതുകൊണ്ട് ബുക്ക് ഓഫ് റെവലേഷന്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്ന വേദഭാഗങ്ങളുടെ യഥാർത്ഥ ആശയം അല്ലെങ്കിൽ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, വെളിപാട് പുസ്തകം ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്തെ 7 സഭകൾക്ക് എഴുതിയ സന്ദേശങ്ങളാണ്. ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കിയുടെ പഴയ പേരാണ് ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലം. അവിടെയുള്ള 7 സഭകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുവാനും അവർ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർ വിശ്വാസ ജീവിതത്തിൽ പിന്മാറിപ്പോകരുത് എന്ന് അവരെ ഓർമ്മിപ്പിക്കുവാനും അവരെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുവാനുമാണ് ഈ വെളിപാട് പുസ്തകത്തിലെ സന്ദേശം പങ്കുവയ്ക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ, അതിൻ്റെ ഒരു അർത്ഥം നമ്മളൊന്ന് അന്വേഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് എഴുതപ്പെട്ട ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഏഷ്യ മൈനറിലെ 7 പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒരു പട്ടണമായിരുന്നു ലവോദിക്യ എന്ന് പറയുന്ന പട്ടണം. ഈ പട്ടണം സിറിയയിലെ രാജാവായ ആന്റിയോക്കസ് എന്ന് പറയുന്ന ചക്രവർത്തി BC 250 പണി കഴിപ്പിച്ച വളരെ പ്രൗഢഗംഭീരമായ ഒരു പട്ടണമായിരുന്നു ലവോദിക്യ പട്ടണം. ഈ പട്ടണത്തിലുള്ള ഒരു സഭയാണ് ലവോദിക്കയിലെ സഭ. ആ സഭയ്ക്കുള്ള സന്ദേശമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേട്ടത്. സിറിയയിലെ ചക്രവർത്തി ഒരു പട്ടണം പണിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ യാതൊരു ന്യൂനതകളുമില്ലാത്ത, എന്നാൽ എല്ലാവിധ പൗരാണിക ഭംഗിയും ഉള്ള, എല്ലാവിധ സൗകര്യങ്ങളുമുള്ള പ്രൗഢമനോഹരമായ ഒരു പട്ടണമാണ് പണിത് പൂർത്തിയാക്കി. ഈ പട്ടണമെല്ലാം പണിത് അത് വളരെ മനോഹരമാണ് എന്ന് കണ്ടപ്പോൾ, ഈ പട്ടണമെല്ലാം പണിത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള പട്ടണമാണ് എന്ന് കണ്ടപ്പോൾ തൻ്റെ ഭാര്യ ലവോദിക്കയുടെ പേരിട്ടാണ് അദ്ദേഹം ഈ പട്ടണത്തെ വിളിച്ചത്. അതുകൊണ്ട് ഈ ലവോദിക്ക പട്ടണത്തിന്റെ പേര് വരുവാൻ കാരണം അത് പണി കഴിപ്പിച്ച സിറിയയിലെ രാജാവായ ആന്റിയോക്കസ് ചക്രവർത്തിയുടെ ഭാര്യയുടെ പേരിലാണ് ഈ പട്ടണം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെളിപാട് പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിന് വളരെ മുമ്പ് തന്നെ വളരെ പ്രാധാന്യമുള്ള ലോക പ്രശസ്തമായ പട്ടണമായിരുന്നു ഈ ലവോദിക്ക പട്ടണം. വെളിപാട് പുസ്തകം എഴുതിയ സാഹചര്യത്തിൽ നമുക്കറിയാം, ഏകദേശം AD 93, 94, 95 കാലഘട്ടങ്ങളിലാണ് വെളിപാട് പുസ്തകം എഴുതിയത് എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. അതിന്റെ എഴുത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം വളരെ പ്രശസ്തി ആർജിച്ച ലോക പട്ടണങ്ങളിൽ ഒന്നായിരുന്നു എന്ന് ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നു. 3 രീതിയിലായിരുന്നു ഈ ലവോദിക്ക പട്ടണം ശ്രദ്ധയാകർഷിച്ചിരുന്നത്. അതിലൊന്ന്, ഏഷ്യ മൈനർ എന്ന് പറയുന്ന റോമൻ പ്രവിശ്യയിലെ ഏറ്റവും സമ്പന്നമായ പട്ടണമായിരുന്നു ലവോദിക്ക. ലവോദിക്ക വാസ് ദ റിച്ചസ്റ്റ് സിറ്റി ഇൻ ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിലെ ഏറ്റവും സമ്പന്നമായ പട്ടണമായിരുന്നു. ഇന്ന് നമുക്ക് പണം ഇടുവാനും എടുക്കുവാനും ATM കൗണ്ടേഴ്സും സെന്റേഴ്സും ബാങ്കുകളും ഒക്കെ നമ്മുടെ വീടിനടുത്ത് തന്നെയുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുവാനും പണം എടുക്കുവാനും ട്രഷറികൾ ഉണ്ടായിരുന്ന ലോകത്തിലെ അപൂർവ പട്ടണങ്ങളിൽ ഒന്നാണ് ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം. അങ്ങനെയെങ്കിൽ അത് അന്നത്തെ ഏഷ്യ മൈനറിലെ റിച്ചസ്റ്റ് സിറ്റികളിൽ ഒന്നായിരുന്നു, സമ്പന്നമായ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു എന്ന് ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നു. ഇതായിരുന്നു ഈ പട്ടണത്തിന്റെ വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ലോകമെമ്പാടും മാർക്കറ്റുകൾ ഉണ്ടായിരുന്ന ഒരു വലിയ വ്യാവസായിക വാണിജ്യ പട്ടണമായിരുന്നു ലവോദിക്ക. ലവോദിക്ക വാസ് എ വെൽ നോൺ ഫേമസ് കൊമേഴ്സ്യൽ സിറ്റി ഇൻ ഫസ്റ്റ് സെഞ്ചുറി. 1-ാം നൂറ്റാണ്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യാവസായിക വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ ലവോദിക്ക. ഇവിടെ ഉണ്ടാക്കുന്ന കറുത്ത കമ്പിളി വസ്ത്രങ്ങൾ അന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് കൊണ്ട് ലോകമെമ്പാടും മാർക്കറ്റുകൾ ഉണ്ടായിരുന്ന 1-ാം നൂറ്റാണ്ടിലെ പട്ടണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു ലവോദിക്ക. അതുകൊണ്ട് അതൊരു
കൊമേഴ്സ്യൽ സിറ്റിയായിരുന്നു, സമ്പന്ന പട്ടണമായിരുന്നു, ഒരു കൊമേഴ്സ്യൽ സിറ്റിയായിരുന്നു. മൂന്നാമത് ഈ പട്ടണത്തിന്റെ ഒരു പ്രത്യേകത വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഇത് അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ സിറ്റിയായിരുന്നു. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ കണ്ണിന് ചികിത്സാലയങ്ങൾ ഉണ്ടായിരുന്ന, നേത്രാലയങ്ങൾ ഉണ്ടായിരുന്ന, ഐ ക്ലിനിക്കുകൾ ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്യ എന്ന് പറയുന്ന പട്ടണം. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലവുമായിരുന്നു ലവോദിക്യ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്ന് നേത്ര ചികിത്സയ്ക്ക് നൂറുകണക്കിന് ആൾക്കാർ കടന്നു വന്ന് താമസിച്ച് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുന്ന ഒരു മെഡിക്കൽ സിറ്റി കൂടിയായിരുന്നു ലവോദിക്യ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഈ പട്ടണത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ഇത് പൗരാണികമായ പാരമ്പര്യമുള്ള, അറിയപ്പെടുന്ന, എല്ലാവിധ സുഖസൗകര്യങ്ങളുമുള്ള ഒരു പട്ടണമായിരുന്നു. വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ ഇത് ഒരു സമ്പന്ന പട്ടണമായിരുന്നു, റിച്ചസ്റ്റ് സിറ്റി ആയിരുന്നു. ഇതൊരു കൊമേഴ്സ്യൽ സിറ്റി ആയിരുന്നു, ഒരു വ്യാവസായിക വാണിജ്യ പ്രാധാന്യമുള്ള പട്ടണമായിരുന്നു. 3, ഇതൊരു മെഡിക്കൽ സിറ്റി ആയിരുന്നു. ചരിത്രകാരന്മാരും ആർക്കിയോളജിസ്റ്റും പറയുന്നത്, ഈ ലവോദിക്യ എന്ന് പറയുന്ന പട്ടണങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത നാണയങ്ങളുടെ ഒരു വശത്ത് ആലേഖനം ചെയ്തിരുന്നത് ഈ പട്ടണത്തിലെ ഡോക്ടർമാരുടെ ചിത്രങ്ങളായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുള്ള, എല്ലാവിധ മെഡിക്കൽ സൗകര്യങ്ങളുമുള്ള, എല്ലാവിധ സാമ്പത്തിക സൗകര്യങ്ങളുമുള്ള, പണം നിക്ഷേപിക്കുവാനും എടുക്കുവാനും ഒക്കെ സൗകര്യങ്ങളുള്ള ഒരു പട്ടണമായിരുന്നു ലവോദിക്യ. ആ പട്ടണത്തിലെ സഭയായിരുന്നു ലവോദിക്യ സഭ. അതുകൊണ്ട് ലവോദിക്യ സഭയ്ക്കുള്ള സന്ദേശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പട്ടണത്തെക്കുറിച്ചും ഇതിന്റെ അന്നത്തെ ഒരു സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങളെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കിയാൽ ഇതിന്റെ അർത്ഥം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വെളിപാട് പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളെയും നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിലാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ആമുഖമായി ഇത്രയും കാര്യവും പറഞ്ഞത്. ഇതിന്റെ വെളിച്ചത്തിൽ ഈ സഭയ്ക്കുള്ള സന്ദേശത്തിന്റെ 2 പ്രത്യേകതകൾ, ധാരാളം പ്രത്യേകതകളുണ്ട്, അത് വിശദമായി നമ്മൾ നമ്മുടെ ബൈബിൾ പഠന ക്ലാസ്സിൽ തുടർന്ന് പഠിക്കും. എന്നാൽ 2 പ്രത്യേകതകൾ മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ ഓർത്തു നോക്കിയ ഇങ്ങനെയുള്ള ഒരു പട്ടണത്തിലെ ഒരു സഭ തീർച്ചയായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ച ഒരു പട്ടണത്തിലെ വളരെ അനുഗ്രഹീതമായ ഒരു സഭയാണ് ലവോദിക്യയിലെ സഭ. എന്നാൽ നമ്മൾ ഈ ലവോദിക്യ സഭയ്ക്കുള്ള സന്ദേശം വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചാൽ ആദ്യ അവസാനം ഈ സഭയെക്കുറിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഒരു വാക്കും ഇതിന്റെ എഴുത്തുകാരൻ പറയുന്നില്ല. മറിച്ച് ഈ സഭയെ വല്ലാതെ വിമർശിക്കുന്നതായി നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രമാത്രം ഭൗതിക സമൃദ്ധിയുടെ മധ്യത്തിൽ ആയിരുന്ന ഒരു സഭ ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽപ്പെട്ട്, അല്ലെങ്കിൽ ഒരു വലിയ പട്ടണത്തിൽ നിലനിൽക്കുന്ന ഒരു സഭ എന്ന നിലയിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, സുദൃഢമായ ബന്ധത്തിൽ നിലനിൽക്കേണ്ടതിന് പകരം ആ പട്ടണം ഉയർത്തിയ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ട് ആ സഭയുടെ തനിമയും തെളിമയും നഷ്ടമാക്കി കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾക്ക് ഈ വേദഭാഗം തരുന്ന ഒരു വലിയ ഇൻസൈറ്റ്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുടെയും മധ്യത്തിൽ ജീവിക്കുവാൻ ഈ സഭയിലെ അംഗങ്ങൾക്ക് ദൈവം അവസരം ഒരുക്കി കൊടുത്തിട്ടും ഈ പട്ടണം ഉയർത്തിയ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ട് അവർ വിശ്വാസ ജീവിതത്തിന്റെ തനിമയും തെളിമയും നഷ്ടമാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഈ സഭയോടുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനം ഈ വേദഭാഗത്ത് അവതരിപ്പിക്കുന്നത്. അത് വ്യക്തമാക്കുവാനാണ് അവരോട് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് പറയുന്ന ഒരു കാര്യം. നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, നിങ്ങളുടെ അവസ്ഥ ശീതോഷ്ണമായ അവസ്ഥയാണ് എന്നാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. യു ആർ നൈദർ ഹോട്ട് നോർ കോൾഡ്, ബട്ട് യു ആർ ഇൻ എ ലൂക്ക്വാം സിറ്റുവേഷൻ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആ പട്ടണത്തിൽ പാർത്തുകൊണ്ട് ക്രിസ്തുവിനെ ആരാധിച്ച്, ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് വിശ്വാസത്തോടുകൂടി ജീവിക്കേണ്ട ലവോദിക്യ സഭയിലെ ക്രിസ്തു വിശ്വാസികൾ പല സന്ദർഭങ്ങളിലും ക്രിസ്തുവിനെ മറന്ന് ആ പട്ടണം ഉയർത്തിയ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ട് അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ തനിമയും തെളിമയും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഭൗതിക സാഹചര്യങ്ങൾ നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നിന്നും അകറ്റിക്കളയുന്നുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും അതുയർത്തുന്ന സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും ജീവനുള്ള ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ ധ്യാനാത്മകമായി നമ്മൾ ഒന്ന് ചോദിക്കേണ്ടത് വളരെ പ്രസക്തമാണ്.
എന്നാൽ എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും കാണാത്ത രീതിയിൽ ഈ സഭയിലെ വിശ്വാസികളെ നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്നു. യു ആർ നൈദർ ഹോട്ട് നോർ കോൾഡ്, ബട്ട് യു ആർ ഇൻ എ ലൂക്ക് വാം സിറ്റുവേഷൻ. അതിന് വേദപുസ്തക പഠിതാക്കൾ വളരെ കൃത്യമായി പറയുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ വളരെ ശ്രദ്ധേയമാണ്. വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് ആ പട്ടണത്തിന്റെ ചില പ്രത്യേകതകൾ പോലെ തന്നെ അവരുടെ വിശ്വാസവുമായി തീർന്നു എന്ന് വിമർശിക്കുവാനാണ് നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണമായ അവസ്ഥയിലാണ് നിങ്ങൾ എന്ന് പറയുന്നത് എന്ന് വേദപുസ്തക പഠിതാക്കൾ പറയുന്നു. അതിനവർ ചേർത്ത് വെക്കുന്ന ഒരു വ്യാഖ്യാനം വളരെ ഹൃദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേദപുസ്തക പഠിതാക്കൾ പറയുന്നു, ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് ഇവർ അകന്നു പോയതും പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടതും മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ആ പട്ടണത്തിന്റെ ചില പ്രത്യേകതകൾ പോലെ അവരുടെ വിശ്വാസമായി തീർന്നു എന്നവരെ പഠിപ്പിക്കുവാനാണ് ഈ വേദഭാഗത്ത് ശ്രമിക്കുന്നത് എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. അതിനവർ പറയുന്ന ഒരു വിശദീകരണം ഇപ്രകാരമാണ്. ഞാൻ പറഞ്ഞല്ലോ, സിറിയയിലെ രാജാവായ ആന്റിയോക്കസ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഈ പട്ടണം പണിതത്. എന്നാൽ AD 61 കാലഘട്ടങ്ങളിൽ ആ പട്ടണത്തിൽ ഒരു വലിയ ഭൂമികുലുക്കം ഉണ്ടായി. ഈ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ ആ പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലും തകർന്നുപോയി. എന്നാൽ വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പട്ടണമായിരുന്നതിനാൽ, ജനങ്ങൾക്കെല്ലാം സമ്പത്തുണ്ടായിരുന്നതിനാൽ അവർ മറ്റാരുടെയും സഹായമൊന്നും ലഭിക്കാതെ പൂർവാധികം ഭംഗിയോടുകൂടി ഈ പട്ടണം പുതുക്കി പണിതു. വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടങ്ങളിലൊക്കെ ഈ പട്ടണം അവർ പുതുക്കി പണിത് വീണ്ടും പ്രൗഢഗംഭീരമായ ഒരു പട്ടണമാക്കി മാറ്റി. പക്ഷെ ആ പട്ടണത്തിന് സംഭവിച്ച ഒരു പ്രശ്നം, ഈ ഭൂമികുലുക്കത്തോടുകൂടി അവിടെയുള്ള ശുദ്ധജലത്തിന്റെ സോഴ്സുകൾ ഒക്കെ വറ്റിപ്പോയി എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. അതുകൊണ്ട് അവർ ചെയ്തു വന്നിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലവോദിക്ക പട്ടണത്തിൽ ശുദ്ധ കുടിവെള്ളം കൊണ്ടുവന്നിരുന്നത് അടുത്ത പട്ടണമായ കൊലോസിയയിൽ നിന്നും വലിയ ചണലിലൂടെ ഈ തണുത്ത ശുദ്ധജലം ഒഴുക്കിയാണ് ഈ ലവോദിക്കയിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നേ ഉള്ളൂ, വലിയ പൈപ്പുകളിലൂടെ കിലോമീറ്ററുകൾ താണ്ടി തണുത്ത ശുദ്ധജലം കടന്ന് ഒരു പട്ടണത്തിൽ വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതിന്റെ തണുപ്പൊക്കെ മാറി ഏകദേശം ഒരു ചൂടുമല്ല തണുപ്പുമല്ല, ഒരു വാട്ടവെള്ളത്തിന്റെ രൂപത്തിലാണ് ഈ പട്ടണത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറയുമ്പോൾ ലോക്കൽ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ചാൽ ആ പട്ടണത്തിൽ ലഭിക്കുന്ന വെള്ളത്തിന്റെ ലഭ്യത പോലെ തന്നെയാണ് അവരുടെ വിശ്വാസവും എന്ന് നേരിട്ട് വിമർശിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്ന് വേദപുസ്തക പഠിതാക്കൾ പറയുന്നു. മറ്റൊരു ശ്രദ്ധേയമായ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലവോദിക്ക എന്ന് പറയുന്ന പട്ടണത്തോട് ചേർന്ന് അടുത്ത് നിൽക്കുന്ന മറ്റൊരു പട്ടണമാണ് ഹൈറാപോലിസ് എന്ന് പറയുന്ന പട്ടണം. ഈ പട്ടണത്തിൽ ഒരു ചൂട് നീരുറവയുണ്ട്, ഹോട്ട് സ്ട്രീം ഉണ്ട്. ഇത് വളരെ മെഡിസിനൽ ഇഫക്റ്റ് ഉള്ള സ്ട്രീമാണ് എന്ന് അവർ പാരമ്പര്യമായി വിശ്വസിച്ചു. അതുകൊണ്ട് ഈ ഹൈറാപോലിസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നും ചൂടുനീരുറവയുടെ പൈപ്പുകൾ അവർ ലവോദിക്കയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ ത്വക്കിൽ പുരട്ടുവാനും ചെറിയ ചെറിയ പാടുകളൊക്കെ മാറുവാനും അല്ലെങ്കിൽ ചെറിയ സ്കിൻ ഡിസീസസ് മാറുവാനും ഒക്കെ ഈ ഹോട്ട് സ്ട്രീമിലെ വാട്ടർ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൈറാപോലിസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഈ ഹോട്ട് സ്ട്രീമിലെ വെള്ളം പൈപ്പിലൂടെ ഒഴുകി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ദീർഘദൂരം അത് പൈപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ ചൂട് മാറി ഏകദേശം ചൂടുമല്ല തണുപ്പുമല്ല ഒരു വാട്ടവെള്ളത്തിന്റെ രൂപത്തിലാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ പട്ടണത്തിൽ ലഭിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ പോലെ ശീതോഷ്ണമായ അവസ്ഥയാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് കൃത്യമായി അവരെ പഠിപ്പിക്കുവാനാണ് ഈ ഒരു ഇമേജറി അല്ലെങ്കിൽ ഈ ഒരു പ്രതീകം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ കോണ്ടെക്സ്റ്റ്, പ്രാദേശികമായ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ ശരിയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിലെ പ്രതീകങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ആ ലോക്കൽ കോണ്ടെക്സ്റ്റുമായി ചേർത്ത് വെച്ച് അത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് നിങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുവാനാണ് ഞാൻ ഈ ഒരു ചെറിയ പ്രതീകം എടുത്ത് അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ വളരെ പോസിബിൾ ആയിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ പരിസരം അതുയർത്തുന്ന പ്രലോഭനങ്ങളിൽപ്പെട്ട് അതിനടിമകളായി നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ തനിമയും തെളിമയും നമ്മൾ നഷ്ടമാക്കി കളയുന്നുണ്ട്. നമ്മളും ഇന്നൊരു ശീതോഷ്ണമായ അവസ്ഥയിലാണോ എന്ന് ധ്യാനാത്മകമായി വിലയിരുത്തുവാൻ ഈ വേദഭാഗം നമ്മളെ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് ലവോദിക്ക സഭയോട് പറഞ്ഞ സന്ദേശം ഈ കാലഘട്ടത്തിനും വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ ഇന്ന് സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്, സുഖ സൗകര്യങ്ങളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ വിശ്വാസ ജീവിതത്തിന്റെ തനിമയും തെളിമയും
ഇന്നത്തെ ഒരു ഭൗതിക സമ്മർദ്ദങ്ങളിൽ അടിമപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് വിമർശനാത്മകമായി നമ്മൾ വിലയിരുത്തുവാൻ ഈ വേദഭാഗം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധ്യാനചിന്ത പങ്കുവെക്കട്ടെ. ഒരു ധ്യാനചിന്തയുടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ധ്യാനം അവസാനിപ്പിക്കും. രണ്ടാമതായി ഈ വേദഭാഗം തരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം, ഈ ലവോദിക്യ സഭയിലെ ക്രിസ്തു വിശ്വാസികൾ ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി. ആ പട്ടണം ഉയർത്തിയ പ്രലോഭനങ്ങളിൽപ്പെട്ട് അവരുടെ സമ്പത്തിന്റെ ഒരു വലിയ നേട്ടത്തിൽപ്പെട്ട് ഭൗതിക സമൃദ്ധിയിൽപ്പെട്ട് അവർ ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് ഈ ലവോദിക്കയിലെ സഭയ്ക്കുള്ള സന്ദേശത്തിൽ പറയുന്നത്, നിങ്ങൾ മടങ്ങി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരണമെന്നുള്ള ഒരു ആഹ്വാനമാണ് നൽകുന്നത്. എന്നാൽ അത് അവരെ കൃത്യമായി പഠിപ്പിക്കുവാൻ ഈ വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും അല്ലെങ്കിൽ പ്രതീകവും വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന്, ഈ ലവോദിക്യ സഭയെ ഈ സന്ദേശത്തിൽ വിളിക്കുന്നത് നിങ്ങൾ ദരിദ്രരാണ് എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ പട്ടണത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് ഏഷ്യ മൈനറിലെ റിച്ചസ്റ്റ് സിറ്റിയാണ്. റിച്ചസ്റ്റ് ചർച്ച് ഇൻ ദ റിച്ചസ്റ്റ് സിറ്റി. ഒരു പണമിടുവാനും എടുക്കുവാനും 1-ാം നൂറ്റാണ്ടിൽ ട്രഷറികൾ ഉണ്ടായിരുന്ന പട്ടണമാണ്. അതുകൊണ്ട് ഏറ്റവും സമ്പന്നമായ സ്ഥലത്തുള്ള സമ്പന്നമായ സഭയെയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് ദരിദ്രർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭയിലെ ക്രിസ്തു വിശ്വാസികൾ അമിത സമ്പത്തുണ്ടാക്കുവാനുള്ള ത്വരയിൽ തീർച്ചയായിട്ടും അവർ ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി. റോമൻ ചക്രവർത്തിമാരുടെ പ്രതിമകളെ വണങ്ങുവാനും നമസ്കരിക്കുവാനും ചക്രവർത്തിയുടെ വിഗ്രഹത്തിനു മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കുവാനും അവരുടെ ജീവിതം പട്ടണത്തിൽ സുരക്ഷിതമാക്കുവാനും അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇവർക്ക് മാനസാന്തരം വേണ്ട ഒരു മേഖല അവരെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്നാണ് ഈ സന്ദേശത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം, പൊന്ന് തീയിൽ ഊതിക്കഴിക്കുന്നത് ശുദ്ധീകരിക്കുവാനും നവീകരിക്കുവാനും. അങ്ങനെയെങ്കിൽ ഈ സഭയോട് പറയുന്ന മാനസാന്തരത്തിന്റെ ഒരു സന്ദേശത്തിന്റെ പ്രസക്തി അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു മാനസാന്തരം വേണം എന്ന് തന്നെയാണ്. എ ട്രാൻസ്ഫർമേഷൻ, എ റിഫോർമേഷൻ ഇൻ ദിയർ ഇക്കണോമിക് എൻഗേജ്മെന്റ്. മാനസാന്തരപ്പെടുക എന്ന് ജനറലായി പറയാൻ എളുപ്പമാണ്, പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ടാണ് ലവോദിക്യ സഭയോട് പറയുന്നത്, യു നീഡ് എ ട്രാൻസ്ഫർമേഷൻ ഇൻ യുവർ എക്കണോമിക് എൻഗേജ്മെന്റ്. നിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു മാനസാന്തരം വേണം. അതുകൊണ്ടാണ് ഏറ്റവും സമ്പന്നമായ സഭയെ എന്തെന്ന് വിളിക്കുന്നത്? ദരിദ്രർ എന്ന് വിളിക്കുന്നത്. മറ്റൊരു അഭിസംബോധന ഈ സഭയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കുരുടരാണ് എന്നാണ്. ഞാൻ ആമുഖത്തിൽ ഈ പട്ടണത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞത്, ഈ പട്ടണം ഒരു മെഡിക്കൽ സിറ്റി ആയിരുന്നു എന്നാണ്. മെഡിക്കൽ സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകമായി കണ്ണിൽ എഴുതുവാൻ ലേപമുണ്ടാക്കുന്ന ഐ ക്ലിനിക്കുകളുള്ള പട്ടണം, നേത്ര ചികിത്സാലയങ്ങളുള്ള പട്ടണമായിരുന്നു ലവോദിക്ക. അപ്പോൾ സ്വാഭാവികമായി ആ പട്ടണത്തിലുള്ള എല്ലാവർക്കും നേത്ര ചികിത്സ ലഭിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ലവോദിക്കയിലെ നേത്ര ഡോക്ടർമാർ അക്കാലത്ത് വിശ്വപ്രസിദ്ധരായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ നാണയത്തിന്റെ ഒരു വശത്ത് പോലും അവരുടെ പടങ്ങൾ ആലേഖനം ചെയ്തത്. അപ്പോൾ വളരെ കൃത്യമായി നേത്രാലയങ്ങൾ ഉണ്ടായിരുന്ന, കണ്ണിൽ എഴുതുവാൻ ലേപമുള്ള ഒരു പട്ടണത്തിലെ സഭയോടാണ് പറയുന്നത്, നിങ്ങൾ കുരുടരാണ് എന്ന്. അതിന്റെ അർത്ഥം അവർക്ക് ഭൗതികമായി കാഴ്ചയില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അവർ കാണേണ്ട കാര്യങ്ങളെ കാണേണ്ടതുപോലെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാഴ്ചയുണ്ട്, പക്ഷേ അവർക്ക് ദർശനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരുടെ സാമൂഹിക ദർശനത്തിൽ ഒരു മാനസാന്തരം വേണം എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് യേശു കണ്ട കണ്ണുകളിലൂടെ ലോകത്തെ നോക്കി കാണുവാനും, യേശു കർത്താവ് ആരോടൊപ്പമാണ് സഞ്ചരിച്ചത് അവരോടൊപ്പം സഞ്ചരിക്കുവാനും, യേശു കർത്താവ് എവിടെയാണ് രോഗികളെ കണ്ടത്, നൊമ്പരം അനുഭവിക്കുന്നവരെ കണ്ടത്, ഏകാന്ത പതികരെ കണ്ടത്, അവരോടൊക്കെ ചേർന്ന് നടക്കുവാനും വിളിക്കപ്പെട്ട സഭയുടെ കണ്ണ് തുറന്ന് കാണാൻ സാധിക്കാതെ, യാഥാർത്ഥ്യങ്ങളെ കണ്ണ് തുറന്ന് കാണാൻ സാധിക്കാതെ അവർ കുരുടരായി തീർന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് കണ്ണിൽ എഴുതുവാൻ ലേപമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നേത്ര ചികിത്സാലയങ്ങൾ ഉണ്ടായിരുന്ന ഒരു പട്ടണത്തിലെ വിശ്വാസികളെയാണ് കുരുടർ എന്ന് വിളിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരോടാണ് പറയുന്നത് യു ആർ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇവർക്ക് വേണ്ട മാനസാന്തരത്തിന്റെ ഒരു തലം എന്ന് പറയുന്നത് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദെയർ സോഷ്യൽ ഔട്ട്ലുക്ക്. അവരുടെ സാമൂഹിക ദർശനത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം. വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് അക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടിമകൾ ഉണ്ടായിരുന്ന ഏഷ്യ മൈനറിലെ പട്ടണം എന്ന് പറയുന്നത് ലവോദിക്ക ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്.
അതുകൊണ്ട് ഇവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഇവർ കൺമുമ്പിൽ കാണുന്ന അടിമകളോട് സ്നേഹത്തോടെ ഇടപെടത്തക്ക രീതിയിൽ ഒരു ദർശനമുള്ളവരായി അവർ തീരണം എന്നുള്ള അർത്ഥവും ഇവിടെയുണ്ട്. അതുകൊണ്ട് മാനസാന്തരത്തിന്റെ രണ്ടാമത്തെ മേഖല നമ്മുടെ ഒരു സാമൂഹിക ദർശനത്തിന്റെ മേഖലകളിൽ നമുക്കൊരു മാനസാന്തരം വേണം എന്ന് തന്നെയാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത് ഇവർ ഈ സഭയെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ നഗ്നരാണ് എന്നാണ്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഈ പട്ടണത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത കറുത്ത കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കി ലോകമെമ്പാടും വിപണി ഉള്ള ഒരു കൊമേഴ്സ്യൽ സിറ്റിയാണ്. അതുകൊണ്ട് വസ്ത്ര വ്യാപാരത്തിന്റെ കേന്ദ്രമാണ് ഇവിടെ. അങ്ങനെയുള്ള ഒരു പട്ടണത്തിലെ സഭയിലെ വിശ്വാസികളെയാണ് വിളിക്കുന്നത് നിങ്ങൾ നഗ്നരാണ് എന്ന്. അല്ലെ, എത്ര ശ്രദ്ധേയമായിട്ടാണ് ആ മെസ്സേജ് കണക്ട് ചെയ്തത്. നിങ്ങൾ നഗ്നരാണ്. അതിന്റെ അർത്ഥം അവരാരും വസ്ത്രം ധരിക്കാത്തവരാണ് എന്നുള്ളതല്ല, മറിച്ച് പുറമേ നല്ല മോടിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുകയാണെങ്കിലും അവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ പല രീതിയിലുള്ള പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ട ഒരു നവീകരണത്തെയാണ് ഇവിടെ അവരെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ നഗ്നരാണ് എന്നുള്ളതിലൂടെ. അതുകൊണ്ടാണ് ഈ വേദഭാഗത്ത് പറയുന്നത് വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയുന്നു. അതുകൊണ്ട് വെള്ളയുടുപ്പ് ജീവിതത്തിന്റെ വിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ പുറമേ നല്ല കറുത്ത കമ്പിളി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വേണം, ഒരു റിഫോർമേഷൻ വേണം. എ ട്രാൻസ്ഫർമേഷൻ ആൻഡ് റിഫോർമേഷൻ ഇൻ ദിയർ സ്പിരിച്വൽ എൻഗേജ്മെന്റ്. അവരുടെ ആധ്യാത്മിക ബന്ധങ്ങളിലും ഇടപാടുകളിലും ദൈവവുമായുള്ള ബന്ധത്തിലും ഒരു നവീകരണവും ശുദ്ധീകരണവും വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത മാനസാന്തരപ്പെടണം എന്നുള്ള സന്ദേശം വെറുതെ ജനറലൈസ് ചെയ്ത് പറയുകയല്ല, മറിച്ച് ഏതൊക്കെ മേഖലകളിലാണ് മാനസാന്തരപ്പെടേണ്ടത് എന്ന് വളരെ സ്പെസിഫിക്കായി വളരെ ഷാർപ്പായി പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഇത്. അതുകൊണ്ടാണ് പുതിയ നിയമം പഠിക്കുന്ന ഞങ്ങൾ പറയും ഇതെല്ലാം ഒരു ഐറോണിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് സമ്പന്ന സഭയെ ദരിദ്രർ എന്ന് വിളിക്കുന്നു, നേത്ര ചികിത്സാലയങ്ങളുള്ള പട്ടണത്തിലെ സഭയെ കുരുടർ എന്ന് വിളിക്കുന്നു, കമ്പിളി വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജോലി ചെയ്യുന്ന സഭാംഗങ്ങളെ തന്നെ നിങ്ങൾ നഗ്നർ എന്ന് വിളിക്കുന്നു. ഇതെല്ലാം കൃത്യമായി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സന്ദേശം കൈമാറുന്നതിനുള്ള വാക്കുകളും പ്രതീകങ്ങളുമാണ് എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ജീവിക്കുന്നവരാകാം, അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസിന്റെയും മധ്യത്തിൽ ജീവിക്കുന്നവരാകാം, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ ജീവിക്കുന്നവരാകാം. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ സമ്പന്നരാണോ എന്നും, ദൈവസന്നിധിയിൽ നമ്മൾ ക്രിസ്തു കണ്ട കണ്ണുകളിലൂടെ ലോകത്തെ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നും, ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ ഗൗരവമായി നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ കാണുന്നുണ്ടോ എന്നും ചേർത്ത് വെച്ച് ധ്യാനിക്കുവാൻ ഈ വേദഭാഗം നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലെ മാനസാന്തരത്തെക്കുറിച്ച് വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹിക ദർശനത്തിന്റെ മേഖലകളിൽ ഉണ്ടാകേണ്ട മാനസാന്തരത്തെക്കുറിച്ച് വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതിലുപരിയായി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പൊതുവെ പൂർണ്ണമായും ഉണ്ടാകേണ്ട ഒരു ശുദ്ധീകരണത്തെക്കുറിച്ചും നവീകരണത്തെക്കുറിച്ചും വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് പ്രലോഭനങ്ങളിൽപ്പെട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ തനിമയും തെളിമയും നഷ്ടമായി പോകുന്നുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതിലുപരിയായി നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളെയും പാപത്തിന്റെ ഘടനകളെയും തിന്മകളെയും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാനുള്ള ഒരു സാഹചര്യമുള്ള ഇടങ്ങളിൽ സാമ്പത്തിക മേഖലയിൽ നല്ല മാനസാന്തരമുള്ളവരായി, സാമൂഹിക ദർശനത്തിൽ നല്ല മാനസാന്തരമുള്ളവരായി, ആധ്യാത്മിക ജീവിതത്തിൽ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലെ 3:20 വാക്യം ശ്രദ്ധേയമാകുന്നത്. ഇവിടെ ഈ ക്രിസ്തുവിൽ നേരെ അകന്നുപോയ സഭയെ തിരികെ വിളിക്കുന്ന ക്രിസ്തുവിനെയാണ് അവിടെ കാണുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും എന്ന് പറഞ്ഞു ആ ക്രിസ്തുവിൽ നേരെ അകന്നുപോയ ഒരു സഭയെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുന്ന ക്രിസ്തുവിന്റെ സൗമ്യമായ ശബ്ദമാണ് കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് മടങ്ങി വരുവിൻ എന്നുള്ള സന്ദേശം. അതുകൊണ്ട് വെളിപാട് പുസ്തകം ഒരു മടങ്ങി വരവിനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്, ഒരു മാനസാന്തരത്തിനുള്ള ഒരു ആഹ്വാനമാണ് നൽകുന്നത്, വിശ്വാസ സ്ഥിരതയിൽ പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം എത്ര പ്രലോഭനങ്ങൾ ഉയർത്തി നമ്മളെ മാടി വിളിച്ചാലും അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പക്ഷത്ത് നിന്നും ജീവിതത്തിൽ വിജയിക്കുന്നവരായി തീരുവാൻ വെളിപാട് പുസ്തകം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളികളുടെ പല അധ്യായങ്ങൾ തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും.
ഇന്ന് നമ്മുടെ ഒരു പ്രയർ ഫെലോഷിപ്പ് ആയതുകൊണ്ട് ചില ധ്യാനാത്മകമായ ചിന്തകൾ ആമുഖമായി ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ലോക്കൽ കോണ്ടക്സ്റ്റുമായി ചേർത്ത് വെച്ച് ഈ ഭാഗത്തെ ധ്യാനിച്ചതുപോലെ ഓരോ ഭാഗങ്ങളും ധ്യാനിക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിച്ചാൽ വളരെ അർത്ഥസമ്പുഷ്ടമായി ഇത് ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം തന്നെ പരിശുദ്ധാത്മാവ് പോലെ നമ്മെ സഹായിക്കും.